മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നൊരു ചോദ്യം, പരലോകത്ത് വിജയിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ അബൂ ഹുറൈറ? സ്വഹാബത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു കാര്യം കേൾക്കാൻ അവർ ഏറെ, റസൂലിൽ നിന്നൊരു കാര്യം കേൾക്കാൻ ഏറെ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. കഅന്ന അലാ റൂസിന ത്വയ്ർ, തലയിൽ ഒരു പക്ഷി ഇരുന്നാൽ അത് പറന്നു പോകാത്ത രൂപത്തിൽ തല അനക്കാതെ പിടിക്കുന്ന ശ്രദ്ധയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിനെ ശ്രദ്ധിക്കുന്നവരാണ് സ്വഹാബത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്നൊരു ഉപദേശം നൽകുകയാണ്. ഈ ഹദീസിൽ 5 ഉപദേശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്നത്. ഒന്നാമത് പറഞ്ഞത്, ഇത്തഖി മഹാരിം, ഹറാമുകളെ നിങ്ങൾ സൂക്ഷിക്കുക, എങ്കിൽ തകുൻ അഅബദന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ധന്യതയുള്ള നല്ല ദാസനായി നിനക്ക് മാറാം. ഒരു നല്ല ദാസനാവണമെങ്കിൽ ഇത്തഖി മഹാരിം, ഹറാമുകളുടെ കാര്യത്തിൽ നീ സൂക്ഷ്മത കൈവരിക്കണമെന്നാണ്. ഹറാമുകളെ സൂക്ഷിക്കുക. ചെറുതും വലുതുമാകുന്ന നമ്മുടെ കൽബിന് നിസ്സാരമായി തോന്നുന്ന ഹറാമിനെപ്പോലും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന ആളുകളായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ അല്ലാഹ് ഇഷ്ടപ്പെടുന്നൊരു ദാസനായി നമ്മൾ മാറുന്നത് എന്നൊരു തിരിച്ചറിവാണ് നമ്മുടെ കൽബിനെ നിരന്തരം വേട്ടയാടേണ്ടത്. സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ ഹറാമുകൾ, ഇന്ന് കാണുന്ന കാഴ്ചകളിൽ ഹറാമുകൾ. ഒരു മൊബൈൽ എടുത്താൽ പരിശുദ്ധ റമദാൻ എന്ന് പോലും മറന്നു പോകുമാറ് നമ്മുടെ കണ്ണ് ഹറാമിൻ്റെ ലോകത്തേക്ക് സഞ്ചരിക്കുന്നൊരു കാലഘട്ടമാണ്. മൊബൈലിൻ്റെ ആപ്പ് തുറന്ന് ഫേസ്ബുക്ക് ഒന്നെടുത്താൽ ആദ്യം കാണുന്ന വീഡിയോ ഒന്നുണ്ട് അമർത്തി, അതൊരു പ്രഭാഷണമായിരുന്നു. അതൊരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ 2 മിനിറ്റ് തേച്ച് കേൾക്കൂല. അപ്പോഴേക്കും നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ നീക്കി. പിന്നെ ശൈത്താൻ നമ്മളെ കൊണ്ടുപോണ ലോകം വേറെ. നോമ്പാണെന്ന് മറന്നു, ഇബാദത്തുകൾ മറന്നു, അദ്കാറുകൾ മറന്നു, ഖുർആനോത്തിനെ മറന്നു, ഹറാമിൻ്റെ ലോകത്തെ നമ്മളങ്ങോട്ട് വിഹരിക്കാൻ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൈവരിക്കേണ്ട ഒരു മേഖലയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ഉപദേശം, ഇത്തഖി മഹാരിം, ഹറാമുകളെ നിങ്ങൾ സൂക്ഷിക്കുക. ഏതൊരു തിന്മയെയും നിങ്ങൾ നിസ്സാരമായി കാണാതിരിക്കുക എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു സംഭവം, ഒരു ഹറാം ഇസ്ലാം വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹറാമിൽ ഒരു ഖൈറുമില്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഒരു ഹറാമിൽ ഒരു ഖൈറും ഒരു ഹറാമ് കൊണ്ട് നമുക്കുണ്ടാവുകയില്ല എന്നൊരു തിരിച്ചറിവാണ്. രണ്ടാമത്തെ വിഷയം സഹോദരങ്ങളെ, ഹറാമുകൾ സൂക്ഷിച്ചാൽ നിനക്ക് നല്ല ദാസനാവാമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ വാചകം, വറളിബിമാ ഖസമല്ലാഹു ലക്, അള്ളാഹു നിങ്ങൾക്ക് തന്നതിനെ നിങ്ങൾ തൃപ്തിപ്പെട്ട് ജീവിക്കണം, എങ്കിൽ തക്കുൻ നിങ്ങൾക്കാവാം അഗ്നന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ധന്യതയുള്ളൊരു വ്യക്തിത്വമായി മാറാം. ഒരു ധന്യതയുള്ള മനുഷ്യനാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വാചകം ഇതാണ്, നിങ്ങൾ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന, റബ്ബ് തന്നതിൽ തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പോരാ എന്ന ചിന്താഗതിയിൽ നിന്ന് മാറി പടച്ച റബ്ബ് ഇത് തന്നല്ലോ എന്നൊരു ചിന്തയിലേക്ക് നമ്മുടെ കൽബിനെ എത്തിക്കലാണ് ഏറ്റവും പ്രധാനം. പരാതികളും ജീവിതത്തിൽ നിരന്തരം പായേരങ്ങളും ഒഴിവാക്കി നമ്മുടെ കൽബിനെ ഒതുക്കേണ്ട, അല്ലെങ്കിൽ കൽബിനെ കൊണ്ടുപോകേണ്ട ഒരു ചിന്ത. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാചകം നമുക്ക് കാണാം, നിങ്ങൾ നോക്കേണ്ടത് ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കണം. വലാ തൻദുറു, നിങ്ങൾ നോക്കരുത് ഇലാ മൻ ഹുവ ഫൗഖക്കും, ദുനിയാവിൻ്റെ കാര്യത്തിൽ നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. ഫഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് തന്ന നിഅമത്തിൻ്റെ വലുപ്പം മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മാർഗം അതാണ്. പടച്ചോൻ തന്നത് തൃപ്തിപ്പെട്ട് താഴെയുള്ള ആളുകളെ നോക്കിയിട്ട് നമുക്ക് റബ്ബ് തന്നതിനെ വിലയിരുത്തുമ്പോൾ പടച്ച റബ്ബ് തന്നതിൽ ഏറ്റവും വലിയ ഒരു നല്ല മനസ്സും നല്ല ചിന്തയും നമുക്ക് രൂപപ്പെടും. അള്ളാഹുവിന് ശുക്ർ കാണിക്കുന്നൊരു കൽബുണ്ടാകും. ഇവിടെ ശുക്ർ കാണിക്കുന്നൊരു കൽബാണ് പ്രധാനം. ആ കൽബ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഇറങ്ങി നടന്നൊരു ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. രാത്രി ഇറങ്ങി നടക്കുമ്പോൾ സ്വഹാബികളായ 2 ആളുകൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ആരും ഉണർന്ന് ഇരിക്കാത്ത സമയത്ത് റസൂലും സ്വഹാബത്തും പട്ടിണിയുടെ പ്രാരാബ്ധത്തിൻ്റെ ആ വേദന കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. ഒന്നും കണ്ട് മനസ്സ് റിലാക്സ് ചെയ്യാം, പുറത്തേക്ക് ഇറങ്ങി നടക്കണ ആ രാത്രിയുടെ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എന്താ നബിയെ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ? വല്ലാഹ്
റബ്ബിനെ തന്നെയാണ് സത്യം. അബൂബക്കറെ, നിങ്ങൾ എന്തൊരു കാരണം കൊണ്ടാണോ പുറത്തിറങ്ങിയത് അതേ കാരണമാണ് എന്നെയും പുറത്തിറക്കിയത്. ആ വിശപ്പാണ് പുറത്തിറക്കിയത്. അന്ന് ഈത്തപ്പഴത്തോട്ടത്തിൽ കാവൽ നിൽക്കുന്ന അൻസ്വാരി സ്വഹാബി റസൂലുള്ളാഹിനെ രാത്രിയിൽ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് ഈത്തപ്പഴം പറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വിശക്കുന്ന റസൂലുള്ളാഹിക്ക് ഈത്തപ്പഴം പറിച്ചിട്ട് ഒരു പിടി റസൂലുള്ളാഹിൻ്റെ കയ്യിലും ഒരു പിടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലും ഒരു പിടിയെടുത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലും കൊടുക്കുമ്പോൾ രണ്ട് സ്വഹാബികളും ബിസ്മി ചൊല്ലി തിന്നാൻ തുടങ്ങുന്ന സമയത്ത് ഹബീബായി റസൂലുള്ളാഹിനെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിതുമ്പുകയാണ്. റസൂലുള്ള കരയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബി എന്തേ റസൂലേ ഈ സമയത്ത് നിങ്ങൾ എന്തിനാ നബിയെ കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, അബൂബക്കറെ, ഇത്ര നേരം പട്ടിണി കിടന്ന നമുക്ക് അല്ലാഹു ഈ നിഅമത്ത് തന്നില്ലേ? ഞാൻ എൻ്റെ റബ്ബിനെ ഓർത്തതാണ്. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹു തന്ന ഈ നിഅമത്തിന് പടച്ചോനോട് നമ്മൾ മറുപടി പറയണ്ടേ അബൂബക്കറെ എന്നാണ്. സഹോദരങ്ങളെ, ഡൈനിങ് ടേബിളുകൾ നിറച്ചു വെച്ച് ഇതൊന്നും പോരാ എന്ന് ചിന്തിക്കുന്ന നമ്മൾ എത്ര പറയണം അല്ലാഹുവോട്? നമ്മൾ എത്ര പറയണം? ശുക്ർ എത്ര പറയണം? അള്ളാഹു തന്നതിന് എത്ര കണ്ട് നമ്മൾ ശുക്ർ കാണിക്കുന്നു എന്ന് നമ്മുടെ കൽബിനോടൊന്ന് ചോദിച്ചാൽ സഹോദരങ്ങൾ നമുക്ക് ബോധ്യമാകും. അതുകൊണ്ട് അള്ളാഹു തന്നതിന് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നൊരു മനസ്സും അതിന് ശുക്ർ പറയുന്നൊരു കൽബും നമുക്ക് വേണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. മൂന്നാമത്തെ പ്രത്യേകത, വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന. നിങ്ങളൊരു പൂർണ്ണ മുഅ്മിനായി മാറണമെങ്കിൽ അഹ്സിൻ ഇലാ ജാരിക്, നിന്റെ അയൽവാസിക്ക് നീ നന്മ ചെയ്യണം. ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും അവിടെ ബാധകമല്ല. മറിച്ച് അവിടെ റസൂലുള്ള പ്രയോഗിച്ചത് അഹ്സിൻ ഇലാ ജാരിക്, അയൽവാസിക്ക് നന്മ ചെയ്യും. അയൽവാസിക്ക് നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ വീട്ടിലെ വാഹനം എൻ്റെ അയൽവാസിക്ക് ഉപകരിക്കണം, എൻ്റെ വീട്ടിലെ പരോപകാര വസ്തുക്കൾ എൻ്റെ അയൽവാസിക്ക് ഉപകരിക്കണം. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ നമ്മളൊക്കെ ഓതി ശീലമുള്ളൊരു വചനം ഉണ്ടല്ലോ, എപ്പോഴും ഓതുന്ന റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. മതത്തെ കളവാക്കിയവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാ ഖുർആൻ്റെ ചോദ്യം. മതത്തെ കളവാക്കിയവനെ നീ കണ്ടുവോ? അതിൽ മതത്തെ കളവാക്കിയ ആളുകളുടെ 5 ഗുണങ്ങൾ ആയത്തിൽ ഇങ്ങനെ വിവരിക്കുന്നുണ്ട് ആ സൂറത്തിൽ. എന്നിട്ട് അതിൻ്റെ അവസാനം പ്രയോഗിക്കുന്നൊരു പ്രയോഗം എന്താ അറിയോ? വയംനഊനൽ മാഊൻ. പരോപകാര വസ്തുക്കൾ കൊണ്ട് ഉപകാരം ചെയ്യാത്തവരാണെന്നാ. എന്താ ഈ പരോപകാര വസ്തു? നമ്മുടെ വീട്ടിലൊക്കെ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളാണ് പരോപകാര വസ്തു. അയൽവാസി വന്ന് ചോദിക്കുമ്പോൾ ഈ സാധാരണ എല്ലാത്തൊരു ന്യൂനത ഉണ്ടാവും ആ സാധനത്തിൽ. അയൽവാസി വന്ന് ചോദിക്കുമ്പോൾ കത്തിൻ്റെ പൊടി പൊട്ടിയിരിക്കണമെന്നാണ് തോന്നണേ. ഒരു കത്തി വന്ന് ചോദിച്ചാൽ പോലും നമുക്ക് പറയാനുള്ളത് ഇതാ. അങ്ങനെയാണ് നമ്മുടെ മറുപടി എങ്കിൽ, അത് കൊടുക്കാനൊരു മനസ്സില്ലെങ്കിൽ, സഹായിക്കാനൊന്നൊരു മനസ്സില്ലെങ്കിൽ നിൻ്റെ ഈമാൻ പൂർത്തിയായിട്ടില്ല എന്നാണ്. അവിടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന. നിനക്കൊരു പൂർണ്ണമായ മുഅ്മിനായി മാറണമെങ്കിൽ നീ ചിന്തിക്കേണ്ട കാര്യം അതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അയൽവാസിക്ക് നന്മ ചെയ്യുക, ആ ബന്ധത്തെ മുറിച്ചു കളയാതെ ചേർത്ത് പിടിക്കുന്ന കൽബുകളായി നമ്മുടെ കൽബിനെ മാറ്റുക, പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന, എന്നാൽ ആദർശത്തിൻ്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന കൽബ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ആ 4ാമത്തെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമ. നീ ഒരു പൂർണ്ണ മുസ്ലിമായി മാറണമെങ്കിൽ, ഒരു പരിപൂർണമായൊരു മുസ്ലിമായി നീ മാറണമെങ്കിൽ വഅഹിബ്ബ ലിന്നാസ്, ജനങ്ങൾ ഇഷ്ടപ്പെടണം. വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക. നിനക്ക് ഇഷ്ടപ്പെട്ടത് നിൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുമ്പോഴാണ് നീ ഒരു മുഅ്മിനായി മുസ്ലിമായി മാറും. ഒരു മുസ്ലിമിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മുസ്ലിമിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ഒരു വാചകമാണ്. നമ്മുടെ അയൽവാസി പട്ടിണി കിടന്നുകൂടാ, നമ്മുടെ നാടുകളിൽ ആരും വേദനകൾ അനുഭവിച്ചുകൂടാ. ഒരു പെരുന്നാളൊക്കെ വരുമ്പോൾ, ഒരു ഈദ് കിസ്വയിലേക്ക് നമ്മുടെ മുന്നിലേക്ക് ഒരാൾ ചോദിച്ചു വരുമ്പോൾ, സഹോദരങ്ങളെ, എൻ്റെ കുട്ടികൾ വസ്ത്രം ധരിച്ചിറങ്ങുമ്പോൾ എൻ്റെ അയൽവാസി അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ള എൻ്റെ കുടുംബത്തിലുള്ള എന്ന വ്യക്തി ഇറങ്ങണമെന്ന നിയ്യത്തോടെ, അല്ലെങ്കിൽ ഈ നാട്ടിൽ ആരുമില്ലെങ്കിലും വേറെ ഏതെങ്കിലും ഒരു നാട്ടിൽ എൻ്റെ പണം കൊണ്ടൊരു കുട്ടി വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ നമ്മുടെ പൈസ ഈദ് കിസ്വയ്ക്കാണ് പോകും. വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുസ്ലിമ. നീ ഒരു മുസ്ലിമാകുക അപ്പോഴാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിൻ്റെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് നീ വീതിച്ചു കൊടുക്കുമ്പോഴാണ്. റസൂലുള്ളാഹിൻ്റെ സദസ്സിൽ സ്വഹാബികൾ ഇങ്ങനെ വട്ടത്തിലിരുന്ന് ദീന് കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്നൊരു സ്വഹാബി എഴുന്നേറ്റിട്ട് പറഞ്ഞു, റസൂലേ, ഇന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിലെ അതിഥിയാണ് നബിയെ, ഞങ്ങളെ വീട്ടിലേക്ക് അതിഥിയായി വരികയാണ്. റസൂലുള്ളാഹിൻ്റെ വീട്ടിലേക്ക് അതിഥിയായി പോകാൻ റസൂലിനോട് ചോദിക്കാൻ ഞങ്ങളെ വീട്ടിലേക്ക് വരികയാണെന്ന് പറയുമ്പോൾ
ആതിഥ്യമര്യാദയുടെ ഒരു ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷത്തോടെ തലയാട്ടി. പക്ഷേ റസൂലുള്ളാഹിൻ്റെ മനസ്സിലുള്ള വിഷമം എന്താ അറിയോ? ഞാൻ എൻ്റെ അതിഥീനെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ പടച്ചവൻ അവിടെ ഒന്നും കൊടുക്കാനില്ലല്ലോ എന്നുള്ളൊരു മനസ്സിൻ്റെ വേദന. നേരെ മുന്നിലിരിക്കുകയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു മെല്ലെ തല താഴ്ത്തുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം, സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബികളെ, ഏതെങ്കിലും ഒരു ഭാര്യയുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടോ എന്ന് അന്വേഷിക്കണം. പോയി വന്ന സ്വഹാബത്ത് പറഞ്ഞ വാക്ക്, റസൂലേ ഒന്നുമില്ല, ഇല്ലൽമാ, വെള്ളമല്ലാത്തതൊന്നും അവിടെ ഇല്ലല്ലോ നബി, എന്താ ചെയ്യുക? അബൂബക്കർ റളിയല്ലാഹു അൻഹു തല താഴ്ത്തിയപ്പോൾ റസൂലുള്ള ഉമർ റളിയല്ലാഹു അൻഹു നോക്കുന്നുണ്ട്. സ്വഹാബികളെങ്ങനെ നോക്കുമ്പോൾ കൂട്ടത്തിലൊരു സ്വഹാബി എഴുന്നേറ്റ് നിന്നിട്ട് റസൂലിനോട് പറഞ്ഞു, ഞാൻ കൊണ്ടേക്കോളാം നബി, നിങ്ങളെ അതിഥീനെ ഞാൻ ഏറ്റെടുത്തോളാം. അബൂ തുൽഹത്തുൽ അൻസാരിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. ആരായി അബൂ തുൽഹ എന്നറിയോ? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ദാനം ചെയ്യുമ്പോഴാണ് നിങ്ങൾ മുഅ്മിനാവുക എന്നുള്ള ആയത്തിറങ്ങി അന്ന് ബൈറുഹ എന്ന തോട്ടം അള്ളാൻ്റെ മാർഗത്തിൽ ദാനം ചെയ്ത സ്വഹാബിയാണ് അബൂ തുൽഹത്തുൽ അൻസാരി. ഇതേ അബൂ തുൽഹ റസൂലുള്ളാഹിൻ്റെ മുന്നിൽ അന്ന് ഈ സദസ്സിൽ എഴുന്നേറ്റുന്നു, ഞാൻ കൊണ്ടേക്കോളാം നബി, വീട്ടിൽ എന്താ ഉള്ളത് എന്ന് അബൂ തുൽഹക്ക് അറിയില്ല, പക്ഷെ കൊണ്ടുപോകാം. ഹബീബിൻ്റെ മുഖഭാവം കണ്ട് ആ വിഷമത്തോടെ ഏറ്റെടുത്ത് പോവുകയാണ്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നേരെ ഭാര്യയുടെ മുന്നിലേക്ക് ഓടിച്ചെന്നിട്ട് റസൂലുള്ളാഹിൻ്റെ അതിഥീനും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, ഇവിടെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു പാത്രം ഇങ്ങനെ ചെരിച്ച് കാണിച്ചിട്ട് ഇതിൽ ഇതാ ഗോതമ്പിൻ്റെ ഒരു ഇത്തിരി ഭക്ഷണമുണ്ട്, ഇതാണ് കൊടുക്കാനുള്ളത്, എന്താ ചെയ്യുക നമ്മൾ? ഇത് മക്കൾ ഉണർന്നാലും ഇത് മക്കൾക്ക് കൊടുക്കാനുള്ളതാ, ആ മക്കൾക്ക് കൊടുക്കാനുള്ളത് അവിടെ നിൽക്കട്ടെ, ഈ ഇപ്പോൾ ഇതൊരു പാത്രത്തേക്ക് വിളമ്പ് എന്നാണ് അബൂ തുൽഹൻ്റെ വാക്ക്. മക്കൾ ഉണരുമ്പോഴല്ലേ അപ്പോഴോ നോക്കാം, ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് വിളമ്പത് പാത്രത്തിൽ വിളമ്പി ഭാര്യയോട് നിർദ്ദേശിച്ചു, ഞാനവിടെ കൂടെ ഇരിക്കാം. സ്വഹാബികളുടെ പതിവ് സുന്നത്തായ ശൈലി ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കലാണ്. വീട്ടിലേക്ക് വന്ന വ്യക്തിയും വീട്ടുകാരനും ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കലാണ്. ആ ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കണം. രണ്ടാളും ഇരുന്നിട്ടില്ലെങ്കിൽ, അബൂ തുൽഹ കൂടെ ഇരുന്നിട്ടില്ലെങ്കിൽ അതിഥിയുടെ മനസ്സ് വേദനിക്കും. റസൂലുള്ളാഹിൻ്റെ അതിഥിയെ പരിഗണിക്കണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായ അബൂ തുൽഹ ഭാര്യയോട് പറഞ്ഞു, ഈ ആദ്യം വന്നിട്ട് പാത്രം വെക്കണം, രണ്ടാമത് വരുമ്പോൾ വിളക്ക് വെക്കണം, പോരുമ്പോൾ വിളക്ക് ഊതിയിട്ടുണ്ട് പോര്, എണ്ണ തീർന്നിട്ട് വിളക്ക് കെട്ടതാണെന്ന് അതിഥി വിചാരിച്ചോളും, കുഴപ്പമൊന്നുമില്ല, ഞാൻ ആ പാത്രത്തിൽ ഇങ്ങനെ കൈയിട്ടിരുന്നോളാം, ഉള്ളത് അതിഥി കഴിക്കട്ടെ. രാത്രി അബൂ തുൽഹത്തുൽ അൻസാരി ആ പാത്രത്തിൽ കൈയിട്ടിരുന്നു. അബൂ തുൽഹത്തുൽ അൻസാരിയുടെ വീട്ടിലേക്ക് വന്ന അതിഥി റസൂലുള്ളാഹിൻ്റെ അതിഥിയാണ്. ഭക്ഷണം മുഴുവൻ കഴിച്ചു. പിറ്റേ ദിവസം സുബഹിൻ്റെ ജമാഅത്തിന്, അന്ന് ഭക്ഷണം കഴിച്ച അതിഥി പോയി, പിറ്റേ ദിവസം സുബഹിൻ്റെ ജമാഅത്തിന് വിശന്നൊട്ടിയ വയറുമായി അബൂ തുൽഹത്തുൽ അൻസാരി പള്ളിയിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നിസ്കാരം കഴിഞ്ഞ് ക്ലാസ്സും കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിൻ്റെ മുന്നിൽ പതുക്കെ എഴുന്നേറ്റ് വന്നു അബൂ തുൽഹ. ഇന്നലെ ഞാൻ ചെയ്ത പുണ്യകർമ്മത്തിൻ്റെ കൂലി എത്രയാണെന്നറിയണം, അതിനുവേണ്ടി വന്നതാ. പതുക്കെ ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ അബൂ തുൽഹനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി എഴുന്നേറ്റുന്നു, ഷോൾഡറിലേക്ക് ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, അബൂ തുൽഹ, നീ ഇന്നലെ കാണിച്ച ആതിഥ്യ മര്യാദ കണ്ട് അല്ല പോലും സന്തോഷിച്ചു മോനെ, അല്ല പോലും സന്തോഷിച്ചു. ആ ഒരു ജീവിത ശൈലിയാണ് ഒരു മുസ്ലിമിൻ്റെ അടയാളം സഹോദരങ്ങളെ. വയുതൈമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഉള്ളതാണ് കൊടുക്കും മുഅ്മിനീങ്ങൾ. ഇത് അള്ളാൻ്റെ കോടതിയിൽ എനിക്ക് പുണ്യം കിട്ടാനാണ് എന്നാണ് അവർ മറുപടി പറയാനാണ്. അതിഥിയോ അനാഥയോ തടവുകാരനോ അവരിലേക്ക് വന്നാൽ സഹോദരങ്ങളെ, ഇങ്ങനെ കൊടുക്കുന്ന പാവപ്പെട്ടവൻ്റെ വിഷമമറിയുന്നൊരു കൽബ് ഉണ്ടായാൽ തെക്കുൻ മുസ്ലിമ, അപ്പോൾ നിനക്കൊരു മുസ്ലിമായി മാറാം. അഞ്ചാമത്തെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വിഷയം, ഫലാ തുക്സിറുൽ ലഹിക്, നിങ്ങൾ അമിതമായി ചിരിക്കരുത്. ജീവിതത്തിൽ വെറും ആഹ്ലാദങ്ങൾ മാത്രം ജീവിതമായി സ്വീകരിച്ച കുറേ മനുഷ്യരുണ്ട്. കോമഡി കണ്ട് ചിരിക്കുക, അതിനായിട്ട് തമാശ പറയുക, ചിരിക്കാൻ വേണ്ടി കളവുകൾ കെട്ടിണ്ടാക്കി പറയാം. റസൂലുള്ളാഹി പറഞ്ഞ വാചകം എന്താ അറിയോ? ഫലാ തുക്സിറുൽ ലഹിക്, അമിതമായി നിങ്ങൾ ആഹ്ലാദിക്കരുത്. ഫഇന്നൽ ലഹിക തുമീതുൽ ഖൽബ്, അത് നിങ്ങളുടെ മനസ്സിനെ മരവിപ്പിക്കുന്ന. മനസ്സ് മരവിച്ചാൽ രണ്ട് ദുരന്താണ് ജീവിതത്തിൽ വരിക. ഒന്നാമത് എന്താ പറയുക, മനസ്സ് മരവിച്ച് കഴിഞ്ഞാൽ മരണചിന്ത കൽബെന്ന് പോകും. മനസ്സ് മരവിച്ചാൽ നിഫാക്ക് കൽബിൽ പിടികൂടും, മരണചിന്ത കൽബെന്ന് നഷ്ടപ്പെട്ടു പോകും. മൗത്ത്, നിങ്ങൾ ധാരാളം മരണത്തോർക്കണം, ആ ഓർമ്മ കൽബെന്നാണ് പോകും. അതുകൊണ്ട് മനസ്സെപ്പോഴും അള്ളാനെ ഓർത്ത് അദ്കാറുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, ഖുർആൻ പാരായണങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, ഈമാനിനെ കാത്തു സൂക്ഷിക്കുന്നൊരു കൽബ് നമുക്ക് വേണം. അതിന് നിരന്തരം അള്ളാഹുവുമായി, ദീനുമായി, പള്ളിയുമായി, ദഅവത്തുമായി ഒക്കെ നമ്മുടെ കൽബ് ഇങ്ങനെ ബന്ധപ്പെട്ടു നിൽക്കണം.
ആ രൂപത്തിൽ നമുക്കതിനെ കെട്ടിപ്പടുക്കാൻ സാധിക്കണം. മുനാഫിക്കുകൾ, ഇന്ന ആളുകളൊക്കെ മുനാഫിക്കുകളാണെന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു ഒന്ന് ചോദിക്കുന്നുണ്ട്, ഹുദൈഫ, എൻ്റെ പേരെങ്ങാനും കപടന്മാരെ കൂട്ടത്തിൽ റസൂൽ എണ്ണിയിട്ടുണ്ടോ? ഓല് പേടിച്ചിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നമ്മളത്ര ഭയപ്പെടണം. അതുകൊണ്ട് കാര്യങ്ങൾ ചിന്തിക്കുക. ഈ 5 ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ടതാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് കൂടുതൽ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാനും ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ.